അതുപോലെ തന്നെ മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ, ഫാർമസി കോഴ്സുകൾ എന്നിവയിലേക്കുള്ള പ്രവേശന പരീക്ഷയായിട്ടുള്ള കീം 2024 പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷ നൽകുന്നതിനുള്ള അവസാന തീയതി നാളെ അവസാനിക്കും. അപ്പോൾ ഏപ്രിൽ 17 വൈകുന്നേരം 5 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് കീം 2024 പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷ നൽകാനുള്ള അവസാന സമയം. അപ്പോൾ ഏപ്രിൽ 24 വരെ വിദ്യാർത്ഥികൾക്ക് അതിനുശേഷം ആവശ്യമുള്ള റിസർവേഷൻ ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത് നൽകുന്നതിനും അവസരം ഉണ്ടായിരിക്കും. കീം 2024 പ്രവേശന പരീക്ഷ വഴി വിദ്യാർത്ഥികൾക്ക് എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സിലേക്കാണ് പ്രവേശനം ലഭിക്കുക. അതുപോലെ തന്നെ മെഡിക്കൽ കോഴ്സുകളായിട്ടുള്ള MBBS, PDS, അതുപോലെ ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി എന്നിവയും മെഡിക്കൽ അനുബന്ധ കോഴ്സുകളായിട്ടുള്ള അഗ്രികൾച്ചർ, അതുപോലെ ഫോറസ്ട്രി, വെറ്റിനറി, ഫിഷറീസ്, അതുപോലെ തന്നെ കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ്, ബിടെക്, ബയോടെക്നോളജി എന്നിവയിലേക്കുള്ള പ്രവേശനത്തിന് വിദ്യാർത്ഥികൾ നീറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യുകയും ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന് വിദ്യാർത്ഥികൾ നാറ്റ എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യുകയും അതുപോലെ തന്നെ കീം 2024 പ്രവേശന പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുകയും ചെയ്തിരിക്കേണ്ടതാണ്. അങ്ങനെയെങ്കിൽ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് കേരളത്തിലെ കോളേജുകളിൽ ഈ ഒരു എഞ്ചിനീയറിംഗ്, ഫാർമസി, അതുപോലെ ആർക്കിടെക്ചർ, അതുപോലെ മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം ലഭിക്കുകയുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതിനുള്ള അവസരം നാളെ വൈകുന്നേരം 5 മണി വരെയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആദ്യത്തെ 2 സ്റ്റെപ്പുകൾ, ആദ്യത്തെ 3 സ്റ്റെപ്പുകൾ ഈ ഒരു 17 അതിനുശേഷം ബാക്കി വരുന്ന 2 സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് 24 വരെയും ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരം പരമാവധി ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ആദ്യത്തെ 3 സ്റ്റെപ്പുകൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു രജിസ്ട്രേഷനാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളതും, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫീ പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതുമാണ് ഈ ഒരു 3ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷമുള്ള 4ാമത്തെ സ്റ്റെപ്പും 5ാമത്തെ സ്റ്റെപ്പും നിങ്ങൾക്ക് 24 ചെയ്താലും മതി. അപ്പോൾ ഈ ഒരു അപ്ലോഡ് ഇമേജ് ആൻഡ് സർട്ടിഫിക്കറ്റ് എന്നുള്ളതും അതുപോലെ പ്രിൻ്റ് അക്നോളജ്മെൻറ്റ് എന്നുള്ളതുമായിട്ടുള്ള 2 സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് 24 ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനു മുമ്പുള്ള സ്റ്റെപ്പുകളായിട്ടുള്ള രജിസ്ട്രേഷനും ഫിൽ ആപ്ലിക്കേഷൻ എന്നുള്ളതും അതുപോലെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതുമായിട്ടുള്ള സ്റ്റെപ്പുകൾ നാളേക്കകം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഒരു 24 വരെയാണ് വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ്റെ, നിങ്ങൾക്ക് വല്ല റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യാനുള്ള സമയമായിട്ട് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആദ്യത്തെ ഫീ പേയ്മെൻറ്റ് വരെയുള്ള 3 സ്റ്റെപ്പുകൾ നാളെ വൈകുന്നേരം 5 മണിക്കകം കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് പിന്നീട് അവസരം ലഭിക്കുമോ എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോൾ പ്രത്യേകിച്ച് സൂചനയൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അതെങ്ങനെയാണെന്നുള്ളത് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നാളെ വൈകുന്നേരം 5 മണിക്കകം തന്നെ ആ ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇതുപോലെ കോഴ്സിന്, നിങ്ങൾ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടാവുക കോഴ്സ് ഡീറ്റെയിൽസ്. അപ്പോൾ എഞ്ചിനീയറിംഗ് കോഴ്സസ് വേണ്ടവർ അത് സെലക്ട് ചെയ്യണം, ആർക്കിടെക്ചർ കോഴ്സസ് വേണ്ടവർ അത് സെലക്ട് ചെയ്യണം, അതുപോലെ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ് നേരത്തെ പറഞ്ഞതുപോലെ MBBS, BDS, അതുപോലെ തന്നെ ഹോമിയോ, സിദ്ധ, യുനാനി, അതുപോലെ ആയുർവേദ എന്നിങ്ങനെയുള്ള മെഡിക്കൽ കോഴ്സുകളും, അതുപോലെ അഗ്രികൾച്ചർ, ഫോറസ്ട്രി, വെറ്റിനറി, ഫിഷറീസ്, ബിടെക്, ബയോടെക്നോളജി, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ് ഇതുപോലുള്ള മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനും മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഫാർമസി കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന് വിദ്യാർത്ഥികൾ ഫാർമസി എന്നുള്ള കോഴ്സസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള, ഈ ഒരു 4 കോഴ്സുകളിലേക്കും നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ ആ ഒരു 4 കോഴ്സുകളും സെലക്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഒരു എല്ലാ കോഴ്സുകൾക്കും നിങ്ങൾക്ക് ഒരു അപേക്ഷ മാത്രമാണ്, ഇവിടെ സെലക്ട് ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടത്. അതുപോലെ ഒന്നിൽ കൂടുതൽ അപേക്ഷകൾ സമർപ്പിച്ചാൽ നിങ്ങളുടെ അപേക്ഷ റദ്ദ് ചെയ്യപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എഞ്ചിനീയറിംഗും, ആർക്കിടെക്ചറും, മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസും ഫാർമസി കോഴ്സസും ഈ ഒരു 4 കോഴ്സിലേക്കും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ, അതിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു 4ഉം സെലക്ട് ചെയ്യണം. ഇതിൽ ഏതെങ്കിലും മാത്രമാണ് വേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്യണം. നിങ്ങൾ ബയോളജി സയൻസ് പഠിക്കാതെ, ബയോളജി +2 പഠിക്കാത്ത ഒരു വിദ്യാർത്ഥിയാണ് എങ്കിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ്, അതുപോലെ ആർക്കിടെക്ചർ, ഫാർമസി കോഴ്സസ് എന്നിവയാണ് സെലക്ട് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇതിൽ വേണ്ട എല്ലാ കോഴ്സുകളും, നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ട് അതൊക്കെ ഇപ്പോൾ സെലക്ട് ചെയ്യണം. പിന്നീട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതായിരിക്കില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ
വൈകുന്നേരം 5 മണി വരെയാണ് ഈ ഒരു കീം 2024 പ്രവേശന പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുക. ഈ ഒരു അവസരം നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. ഈ ഒരു ഡേറ്റ് നീട്ടുമോ എന്നുള്ളതിൽ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായത് ആദ്യത്തെ 3 സ്റ്റെപ്പുകളായിട്ടുള്ള രജിസ്ട്രേഷൻ, ഫിൽ ആപ്ലിക്കേഷൻ, പേ ആപ്ലിക്കേഷൻ ഫീ എന്നിങ്ങനെയുള്ള 3 സ്റ്റെപ്പുകൾ ആദ്യം കംപ്ലീറ്റ് ചെയ്യുകയും അതിനുശേഷം നിങ്ങളുടെ ഇമേജസ് അതുപോലെ സർട്ടിഫിക്കറ്റ്സ് എന്നിവ അപ്ലോഡ് ചെയ്യാനുള്ള ആ ഒരു 4ാമത്തെ സ്റ്റെപ്പും അതുപോലെ പ്രിൻറ്റ് അക്നോളജ്മെൻറ്റ് എന്നുള്ള ആ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ള ആ ഒരു 2 സ്റ്റെപ്പുകളും പിന്നീട് അതായത് 24-ാം തീയതിക്കകം ചെയ്യുന്നതിനും ശ്രദ്ധിക്കുക. നിങ്ങളുടെ കയ്യിൽ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 5 സ്റ്റെപ്പുകളും നാളെ തന്നെ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.